Hi students, now we are going to discuss different methods of providing depreciation. Actually there are 8 methods: fixed installment method, diminishing balance method, annuity method, depreciation fund method, insurance policy method, revaluation method, depletion method, machine hour rate method. These are the different methods of providing depreciation. But first two methods, that is fixed installment method and diminishing rate methods, are most commonly used methods. So നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്രയും മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഫസ്റ്റ് രണ്ട് മെത്തേഡാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. സോ ആദ്യത്തെ മെത്തേഡ് എന്താണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ദ മെത്തേഡ് ഈസ് ആൾസോ കോൾഡ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. നമുക്കറിയാം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ എന്താ പറഞ്ഞത്? നമ്മളത് ഈക്വൽ ആയിട്ടൊരു എമൗണ്ട് കണ്ടെത്തും. ആ എമൗണ്ട് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും. സോ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഇവിടെ ചാർജ് ചെയ്യുക. സോ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒറിജിനൽ കോസ്റ്റ്, ദാറ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് പ്രൈസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആൻഡ് ഇറക്ഷൻ ചാർജസ് ഓർ ഇൻസ്റ്റാളേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. സോ ഒറിജിനൽ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത പ്രൈസ്, അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചാർജും ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഒക്കെ ആഡ് ചെയ്യണം. then അതിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദി അസറ്റ്. ഒരു അസറ്റിന് എത്രയാണോ അതിനൊരു ലൈഫ് ഉണ്ടാവുമല്ലോ, 5 വർഷം 10 വർഷം, ആ വർഷം നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ ഇക്വേഷൻ ഡി ഈക്വൽ ടു സി മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൻ. ഇനി നമ്മൾ ജേണൽ എൻട്രി നേരത്തെ പറഞ്ഞു. ആ ജേണൽ എൻട്രി പ്രകാരം നമ്മൾ നേരിട്ട് ജേണൽ ചെയ്യാനല്ല, ലെഡ്ജറിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക എന്നാണ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. രവി കിരൺ ആൻഡ് സൺസ് purchased machinery on January 1st, 2015 for rupees 22,000 and spent 3,000 on erection. So Ravi Kiran and Sons purchased machinery വാങ്ങിച്ചു ജനുവരി 1, 2015 22,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങിച്ചു. അത് ഇറക്ഷൻ ചാർജ്, ഇൻസ്റ്റാളേഷൻ ചാർജ് 3,000 ആണ് വന്നിട്ടുള്ളത്. The asset is expected to last for 4 years. 4 വർഷമാണ് അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ്. ആൻഡ് ഇറ്റ്സ് ബ്രേക്കപ്പ് വാല്യൂ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 5,000. 5,000 രൂപയാണ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ. ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ് എവറി ഇയർ. എല്ലാ വർഷവും എത്രയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ആൻഡ് ഷോ ഹൗ ദ മെഷീനറി അക്കൗണ്ട് വുഡ് അപ്പിയർ. ഇതിലെങ്ങനെയാണ് മെഷീനറി അക്കൗണ്ടിൽ കാണിക്കുന്നത്? ഫോർ 4 years, 4 വർഷത്തെ മെഷീനറി അക്കൗണ്ട് ഉണ്ടാക്കുക. ആൻഡ് ദ മെഷീൻ ഈസ് സോൾഡ് ഫോർ റുപ്പീസ് 1,000. മെഷീൻ 1000 രൂപയ്ക്ക് വിൽക്കും ചെയ്തിട്ടുണ്ട് അറ്റ് ദ എൻഡ്, അല്ലേ, 4 വർഷം കഴിഞ്ഞപ്പോൾ. ആൾസോ ഷോ ഹൗ ദ ബാലൻസ് ഓഫ് മെഷീനറി അക്കൗണ്ട് വുഡ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഈ പറയുന്ന മെഷീനറി അക്കൗണ്ട് എന്തൊക്കെയാണ് കാണിക്കുക, എന്തൊക്കെ ട്രാൻസാക്ഷനാണ് കാണിക്കുക എന്ന് കൂടി നമ്മൾ ഇവിടെ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പർച്ചേസ് പ്രൈസ് എത്രയാണ്? 22,000 ആണ്. 3,000 ഇറക്ഷൻ ചാർജ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എടുക്കണം? ഇക്വേഷൻ എന്തായിരുന്നു? ഡി ഈക്വൽ ടു സി മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൻ, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? സി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് അസറ്റ് 22,000 പ്ലസ് 3,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 5,000 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമാണ് അതിൻ്റെ കാലാവധി? അപ്പോൾ 20,000 ഡിവൈഡ് ബൈ 4 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ ഈ 5,300 അല്ല വരിക. സോ 5,300 അല്ല, 20,000 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 5,000 ആണ് വരിക. മിസ്റ്റേക്ക് ഉണ്ട്. സോ 5,000 ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും എത്ര എഴുതണം? 4 വർഷമാണ് കാലാവധി. 4 വർഷം നമ്മൾ 5,000 ആണ് ഡിപ്രീസിയേഷൻ കാണിക്കേണ്ടത്. ഇനി നമുക്ക് മെഷീനറി അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം? ആദ്യത്തെ വർഷം എങ്ങനെയാണ്? 2015. 2015 നമ്മൾ മെഷീനറി വാങ്ങിക്കില്ലേ ചെയ്യുക? മെഷീനറി വാങ്ങിക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക എന്നാണ് പറഞ്ഞത്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, അല്ലേ? മെഷീനറി വാങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. സോ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 22,000. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇറക്ഷൻ ചാർജ് സെപ്പറേറ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ 25,000 എന്ന് പറഞ്ഞിട്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ ഇറക്ഷൻ ചാർജ് പൊതുവേ നമ്മളത് ചെറിയൊരു എമൗണ്ട് അല്ലേ വരുന്നത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നൊരു ചാർജാണ്. അതുകൊണ്ടാണ് അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കറക്റ്റ് എമൗണ്ട് കൊടുത്തതാണ്. സോ അത് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല.
രണ്ടും ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മിസ്റ്റേക്ക് ഇല്ല. സോ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷനേക്കാൾ കൂടുതൽ ബാങ്ക് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ടു ബാങ്ക് എന്ന് എഴുതുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ ഇറക്ഷൻ ചാർജ് മാത്രം സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. അത് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 22,000 + 3,000 കാണിച്ചാലും പ്രോബ്ലം മിസ്റ്റേക്ക് അല്ല. ഓക്കെ. സോ 25,000 ആണ് ഇവിടെ വരിക. ഇവിടെ നമുക്ക് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക December 31 അപ്പോൾ 2015 December 31 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത് എത്ര ചാർജ് ചെയ്യും? 5,000. എല്ലാ വർഷവും 5,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇനി ബാലൻസ് ചെയ്യുക. അതായത് ഈ സൈഡ് 25,000 ആണ്. അപ്പോൾ അത് ഈ സൈഡിലേക്ക് ഇടുക. ബാലൻസ് ചെയ്യുക അറിയില്ലേ ലെഡ്ജർ. അപ്പോൾ 25,000 നിന്ന് 5,000 കുറച്ചാൽ ബാലൻസ് എമൗണ്ട് എത്രയാണ്? 20,000. ഇനി ഈ 20,000 ബാലൻസ് ക്യാരി ഡൗൺ ആണല്ലോ. ഈ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ബ്രോഡ് ഫോർവേഡ് അല്ലേ? ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് ഡൗൺ എപ്പോൾ എഴുതും? നെക്സ്റ്റ് ഇയർ ഏതാ? 2016 January 1 എത്ര എഴുതും? 20,000. അതേപോലെ ആ വർഷം അവസാനം December 31 എന്തായിരിക്കും? ബൈ ഡിപ്രീസിയേഷൻ 5,000. വീണ്ടും ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 20,000, ഇവിടെ 5,000. അപ്പോൾ ബാലൻസ് എമൗണ്ട് 15,000. ആ 15,000 വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ഇവിടെ ക്യാരി ഫോർവേഡ് എന്ന് എഴുതുക, ഇവിടെ ബ്രോഡ് ഫോർവേഡ് എന്ന് എഴുതുക. അപ്പോൾ 15,000. അതേപോലെ 2017 എത്ര വരും ഡിപ്രീസിയേഷൻ? 5,000. 4 വർഷമാണ് വേണ്ടത്. അപ്പോൾ 15, 16, 17, 18 അല്ലേ? 2018 വരെ. സോ അവിടെ നമ്മൾ ബാലൻസ് ചെയ്ത 10,000 വീണ്ടും അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തു 10,000. ഇനി 4ാമത്തെ വർഷം ലാസ്റ്റാണ് ബാക്കി എല്ലാ എൻട്രീസും വരിക. ഡിപ്രീസിയേഷൻ 5,000 നമ്മൾ സാധാരണത്തെ പോലെ എഴുതുക. ദെൻ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1,000 രൂപയ്ക്ക് നമ്മൾ അസറ്റ് വിറ്റു എന്ന് പറഞ്ഞു അല്ലേ? ആ 1,000 രൂപയാണ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പൈസ കിട്ടി. സോ ബൈ ബാങ്ക് അക്കൗണ്ട്. ഇനി ബാലൻസ് ചെയ്യുക. അപ്പോൾ 4,000 വരും. ഈ ബാലൻസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യാം. ഇനി ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st 2015 എന്താണ്? ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ഈ അസറ്റ്? അപ്പോൾ നമുക്ക് 4,000 ബാലൻസ് കിട്ടി. അതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒരേ എമൗണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. മെഷീനറി അക്കൗണ്ടാണ് പ്രോബ്ലം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ 2 എന്ന് പറഞ്ഞിട്ട് എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഡേറ്റ് എഴുതുക. എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ 5,000 എഴുതുക, ബാലൻസ് ചെയ്യുക. ലാസ്റ്റ് ഇയർ എന്തുകൂടി വരും? ബാങ്ക് എന്ന് പറഞ്ഞിട്ട് സെയിൽ എമൗണ്ട് കൂടി വരും. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കുക? സാധാരണ മെഷീനറി 22,000, 3,000 ഇറക്ഷൻ ചാർജ്, 25,000 ആദ്യത്തെ വർഷം, 5,000 ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് ഔട്ടർ കോളത്തിൽ ബാലൻസ് ഷീറ്റിൽ എത്ര വരും? 20,000. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഈ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കുക എന്ന് ചോദിച്ചാൽ, അപ്പോൾ ആദ്യത്തെ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ 2015 ബാലൻസ് ഷീറ്റിലാണ് ഇത് വരിക? ഈ പറയുന്ന എമൗണ്ട് കാൽക്കുലേഷൻ വരിക. ഇനി 2016 ബാലൻസ് ഷീറ്റിലോ? 2016 ബാലൻസ് ഷീറ്റിൽ മെഷീനറി അക്കൗണ്ട് 30,000 ആണ്, ഡിപ്രീസിയേഷൻ 5,000 ആണ്. അപ്പോൾ ബാലൻസ് എത്ര വരും? 15,000 വരും. ഓക്കെ, 15,000 ആണ് ഡിപ്രീസിയേഷൻ വരിക. അതേപോലെ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2017 ആണ്. 2017 മെഷീനറി 15,000 ആണ്, 5,000 ഡിപ്രീസിയേഷൻ വരും. അപ്പോൾ ബാലൻസ് എമൗണ്ട് 10,000. അപ്പോൾ അതേപോലെ ലാസ്റ്റ് ഇയറിലും അത് 10,000 മെഷീനറി ലെസ് ഡിപ്രീസിയേഷൻ 5,000. ദെൻ അതിൽ ആ വർഷം സെയിൽ വന്നിട്ടുണ്ട്. സോ സെയിൽ 1,000. സോ ബാലൻസ് 4,000. സോ ഈ ബാലൻസ് 4,000 നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. സോ ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോൾ ലാസ്റ്റ് ബാലൻസ് 4,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തൊരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങളൊന്ന് തനിയെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.